ഖമറുന്നിസ അൻവർ ഒരടഞ്ഞ അധ്യായമാകരുത്. ലീഗിലെ ലിംഗസമത്വമില്ലായ്മയ്ക്കെതിരെ പലകുറി പടപൊരുതിയ വനിതയാണവർ. അങ്ങനെ വേണം ഖമറുന്നിസ അൻവറിനെ അടയാളപ്പെടുത്തേണ്ടത്. അല്ലാതെ ബിജെപിയുടെ താനൂർ മണ്ഡലം ഫണ്ട് ശേഖരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഒറ്റുകാരിയായല്ല. ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം ഹരിത പതാകയുടെ പിന്നിൽ അണിനിരക്കുമെന്ന് അണികളിൽ പലരും ഊറ്റം കൊള്ളുന്നത് കണ്ടു കേട്ടു. നാണമാകുന്നില്ലേ എന്നാണ് ഹരിത ഭാരവാഹികളോടുള്ള മറുചോദ്യം. ഖമറുന്നിസ അൻവർ അബലയായതുകൊണ്ടല്ലേ ലീഗ് നേതൃത്വം ഇങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റത്? ലീഗിന്റെ സംഘവിരുദ്ധതയുടെ സംശുദ്ധി തെളിയിക്കാൻ ഖമറുത്താത്തയെ മാത്രമേ തിരഞ്ഞാൽ കിട്ടുകയുള്ളൂ. ശിവസേനയുടെ വിഗ്രഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുനീർ ഇപ്പോഴും മുഖം മിനുക്കി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയായി. മുഖം കറുത്തൊരു നടപടി മുനീറിനെതിരെ ഉണ്ടാകുമോ? ഇല്ല. മോദിയല്ല ഗുജറാത്ത് കലാപത്തിന്റെ കാരണക്കാരനെന്ന് കെ.എം. ഷാജി നടത്തിയ കണ്ടെത്തലും കണ്ടില്ലെന്നുണ്ടോ ലീഗ് നേതൃത്വം? കെ.എം. ഷാജിയെ കുമ്മനം ഷാജി എന്ന് കളിയാക്കുന്നവരുണ്ട് ലീഗിൽ തന്നെ. നടപടിയുണ്ടാകുമോ വയനാടൻ വീരന്റെ പേരിൽ? ഇല്ല. ബിജെപിയെ പറ്റി പറയാൻ പരിമിതിയുണ്ടെന്ന് മനസ്സു തുറന്ന മണ്ണാർക്കാട് എംഎൽഎയും മുസ്ലിം ലീഗിന്റെ മട്ടുപ്പാവിലുണ്ടല്ലോ. ഷംസുദ്ദീനെ ശുദ്ധനാക്കാൻ നടപടിയുണ്ടാകുമോ മലപ്പുറം ലീഗിൽ? ഇല്ല. പറഞ്ഞെത്തിയത് പാണക്കാട് തങ്ങളുടെ കൊടപ്പനയ്ക്കൽ തറവാട്ടുമുറ്റത്ത്. ഇവിടെയുമുണ്ട് തിരുത്തപ്പെടേണ്ടവർ. ലോ അക്കാദമി സമരപ്പന്തലിൽ വി രാജേഷിനെ ആശ്ലേഷിച്ച ഹൈദരലി തങ്ങളിൽ നിന്ന് തിരുത്തലിന് തുടക്കമിടാൻ ത്രാണിയുണ്ടോ ലീഗ് നേതൃത്വത്തിന്? ഇല്ല. ബാബ രാംദേവിനെ ആശ്ലേഷിച്ച സാദിഖ് അലി തങ്ങൾ സ്വീകാരനായി തന്നെ ഇരിപ്പുണ്ടല്ലോ ലീഗ് അണികൾക്ക്. ബാബായെക്കുറിച്ചുള്ള ബോധ്യം മാറ്റാൻ ബോധനം നടത്തിക്കുമോ സാദിഖ് അലിക്ക്? ഇല്ല. ഇല്ല. അപ്പോൾ സംഘപരിവാരത്തെ ആനയിച്ചാശ്ലേഷിക്കുന്ന ലീഗ് പരിവാരത്തിന് പച്ചപ്പരവതാനി. ഫണ്ട് നൽകി നല്ല വാക്കു പറഞ്ഞ ഖമറുന്നിസ അൻവറിനെ മാത്രം പച്ച തൊടിയിക്കില്ല. ഇത് സംഘവിരുദ്ധതയല്ല, ലീഗ് നേതൃത്വമേ സ്ത്രീ വിരുദ്ധത മാത്രമാണ്. സംഘപരിവാർ വിരുദ്ധതയുടെ പുറമോടിയിൽ ലീഗ് വിലക്കുന്നത് ലിംഗസമത്വമോ എന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ഖമറുന്നിസ അൻവറിനെ പുറത്താക്കിയ ലീഗിന്റെ നടപടി മതേതരത്വം മുറുകെ പിടിക്കാനോ? 2. ഖമറുന്നിസയുടെ മാപ്പപേക്ഷ അംഗീകരിച്ച ശേഷം മുസ്ലിം ലീഗിന്റെ മനം മാറ്റം എന്തുകൊണ്ട്? 3. സംഘപരിവാറിനോട് സഹകരിച്ചതിന്റെ പേരിൽ ഖമറുന്നിസ മാത്രമോ കുറ്റക്കാരി? 4. ഫണ്ട് നൽകാൻ സമ്മതം നൽകിയ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവാര്? 5. തങ്ങൾ കുടുംബമടക്കം സംഘപരിവാറിനെ താലോലിച്ചതും ലീഗ് നേതൃത്വം വിലയിരുത്തേണ്ടേ? 6. ഖമറുന്നിസ അൻവറിനെതിരായ അച്ചടക്ക നടപടി ലീഗ് വെച്ചു പുലർത്തുന്ന സ്ത്രീ വിരുദ്ധതയോ?